ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രൻ പടലം വീണിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പല്ലവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പല്ലവി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇന്ദ്രൻ നേരെ അവളോട് പറയുകയാണ്, ഒരേ ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ടൊരു ഉത്തരം, അത് മാത്രം കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളിൽ നീ ഉറച്ചു നിൽക്കുന്നോ? ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മതി, ഹോ ഇത് മതി. ഇപ്പോഴാണ് എനിക്കിത് കേട്ടപ്പോഴാണ് സമാധാനമായത്. ഏത് വേദനയും ഞാൻ മറന്നു പോവും. അത്രയ്ക്ക് സന്തോഷമായി. പല്ലവി, ഉടനെ ഡേറ്റ് തീരുമാനിച്ചോ? വലിയ ആർഭാടമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് മാലയിടുന്നു. മനസ്സിലായില്ല? പല്ലവി, നമ്മുടെ കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, നമ്മുടെ കല്യാണം അതെങ്ങനെ നടക്കും? അതിന് ശരിക്കും നിങ്ങളെപ്പോലെ ഒരു രോഗിയെ കല്യാണം കഴിക്കാൻ ഭ്രാന്തുണ്ടോ എനിക്ക് എന്ന് ചോദിച്ചു. പല്ലവി, അല്ല അപ്പോൾ അന്ന് പറഞ്ഞതാണ്? ഓഹോ, അന്ന് പറഞ്ഞതല്ലേ, അത് ശരിയാണല്ലോ. അതെ, ഇത് കണ്ടോ? അപ്പോൾ സേതുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ വാൾപേപ്പർ ആയിട്ടിരിക്കുകയാണ്. അത് കാണിച്ചു കൊടുക്കുക. അതെ, ഈ ഫോട്ടോയിൽ നോക്കിയാൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ തൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്. എന്താ, ശരിയല്ലേ? അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ആകെ സമനില തെറ്റിയ പോലായി. അല്ല, അപ്പോൾ എല്ലാവരും എന്നെ ചതിക്കായിരുന്നു അല്ലേ? അതെ, ചതിക്കുക തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. എടോ, താൻ എന്താ കരുതിയത് എന്ന് ചോദിക്കുകയാണ്. താൻ പറയുന്നത് പോലെ എൻ്റെ ജോലി തട്ടിയെടുത്ത് കോളേജിൽ വിലസാം എന്നാണോ താൻ കരുതിയത്? തന്നെ അവിടുന്ന് പുറത്താക്കാൻ ഞങ്ങളൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയ വെറും ഒരു നാടകമായിരുന്നു ഇത് മുഴുവൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. ആളാകെ ഇതായിപ്പോയി. തിരുമണ്ടനായ താൻ എൻ്റെ കെണിയിൽ വന്ന് വീണു. ഇപ്പോൾ ഈ പല്ലവിയ കോളേജിലെ സ്റ്റാഫ്, അത് മാത്രമല്ല സ്റ്റാർ. പിന്നെ താനല്ല, പിന്നെ ഞാൻ വിടിലടി എന്ന് പറഞ്ഞു. അതിന് എപ്പോഴാണ് താൻ എനിക്ക് സമാധാനം തന്നിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ഒഴിയാബാധയായിട്ട് താൻ എൻ്റെ കൂടെ കൂടിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കാം. അതെ, ഇത്രയും നാളായിട്ട് ഒരു ദിവസം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ താൻ എന്നെ ഒന്ന് സമ്മതിച്ചിട്ടുണ്ടോ? താൻ എനിക്കതിനുള്ളൊരു അവസരം തന്നിട്ടുണ്ടോ? തൻ്റെ കലാപരിപാടികൾ അത് താൻ തുടർന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്തോളാം. അപ്പോഴും ഇന്ദ്രൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. തൻ്റെ ഉള്ളിലെ യഥാർത്ഥ തന്നെ പുറത്താക്കാൻ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തത്. തന്നെ അമിതമായി സന്തോഷിപ്പിക്കുക, അത് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അത് വിജയിച്ചു. ഇനി നമ്മൾ കാണില്ല. ഒരു നിഴലായി പോലും തൻ്റെ മുന്നിലേക്ക് ഞാൻ വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ താൻ പറഞ്ഞില്ലേ കല്യാണം, അത് നടക്കും. അത് അടുത്ത് തന്നെ ഉണ്ടാവും, ചിങ്ങത്തിൽ. പക്ഷേ വരൻ താനായിരിക്കില്ല. സേതുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടും. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ഭൂമിയൊക്കെ കറങ്ങുന്ന പോലെ തോന്നുകയാണ്. ഇന്ദ്രൻ ശരിക്കും പാതാളത്തിലേക്ക് വീണ അവസ്ഥയായി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും. തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ താൻ അങ്ങ് ചെയ്യടോ. അപ്പോൾ ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടേടോ ഇന്ദ്രജിത്തെ എന്നോട് ചേർത്തിട്ടാണ് പല്ലവി അങ്ങ് പോയത്. അപ്പോൾ ഇന്ദ്രൻ കുറേ നേരം സമനില തെറ്റിപ്പോലെ അവിടെ നിന്നു, കരഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ചിരിച്ചു, എന്നിട്ട് ഒച്ചയ്ക്ക് നിലവിളിച്ചു. അതിനുശേഷമാണ് നമ്മുടെ പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പ്രതാപനോട് ഇങ്ങനെ പറയാണ്, എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു എന്ന്. ഉടനെ പ്രതാപൻ, ഒരു ചതി ഉണ്ടെന്ന്. പല്ലവി തന്നെ കല്യാണം കഴിക്കും അത്രേ. എടോ, ആരെങ്കിലും ചെയ്യുന്ന പണിയാണോടോ ഇത് എന്നിങ്ങനെ ചോദിക്കുക. ദേ, തന്നെ കോളേജിൽ നിന്ന് തെറിപ്പിക്കാനുള്ള പണിയായിരുന്നു അതെല്ലാം നടത്തിയത്. അവളുടെ ആഗ്രഹം നടന്നു. എന്ത് പറയാനാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടോതെ. അപ്പോഴേക്കും നമ്മുടെ ബിന്ദു വന്നു. എന്നാലും ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? മോഹിപ്പിച്ച് വഞ്ചിക്കുന്നതിനേക്കാൾ വലിയ പാപം വേറെ ഇല്ലെന്നാ പറയാം. നീ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലല്ലോ അല്ലേ ബിന്ദു? ഞാനൊരു തത്വം പറഞ്ഞതേ ഉള്ളൂ. അവളുടെ ഒരു തത്വം. അപ്പോൾ ഇതേ ഇന്ദ്ര, ഇനി എന്താ തൻ്റെ പരിപാടി എന്ന് ചോദിക്കുകയാണ്. എടോ, തന്നോടാ, അവളെ അങ്ങ് മറന്നു കളാ. ഇനിയിപ്പോൾ അവളുടെ പുറകെ നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ അല്ലേ? മറന്ന് കളയാനോ എന്ന് ചോദിച്ചോ? അവളെയോ? അതിന് ഈ ഇന്ദ്രൻ മരിക്കണം എന്നായിരുന്നു പ്രതികരണം. എടോ, മറക്കാതിരുന്നിട്ടും പ്രയോജനമൊന്നും ഇല്ലല്ലോ അല്ലേ ഇന്ദ്ര എന്ന് ചോദിച്ചു.
അപ്പം ഇന്ദ്രനാകുന്നിട്ട് എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം പ്രതാപ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ അവള്. അതിനിനി അവളെ തിരിച്ചടിക്കണം. അതാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ല, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്തിട്ടും അതൊന്നും ഏക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും അപ്പം നോക്കണം. അതെ, മറക്കുന്നത് തന്നെയാ ബുദ്ധി. എന്നിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണം. ഞാൻ ചിലപ്പോൾ വേറെ കെട്ടുമായിരിക്കും. പക്ഷേ പല്ലവിക്ക് ഒരിക്കലും സേതുമാധവനെ കല്യാണം കഴിക്കാൻ കഴിയില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രൻ്റെ ഇരിപ്പ്. കൊള്ളാം, ആവേശമൊക്കെ കൊള്ളാം. പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറ. വേഗം. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവൻ ആക്രോശിച്ച് പറയുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ തൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഇന്ദ്രന് ചെയ്യാൻ പറ്റും. ഞാനത് ചെയ്ത് തുടങ്ങി വച്ചിട്ടുമുണ്ട്. ഇതേ ശരിക്കും പറഞ്ഞ ആക്സിഡൻ്റ് ഉണ്ടാക്കുക, ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ നോക്കുക, അതൊന്നുമല്ല ഞാൻ ചെയ്യാൻ പോണത്. പക്ഷെ അവരെനിക്ക് സൈക്കോളജിക്കൽ മൂവാണ് എൻ്റെ നേർക്ക് നടത്തിയത്. അതേ നാണയത്തിൽ തന്നെ തിരിച്ച് ഞാൻ അടിക്കും. രണ്ടും തെക്ക് വടക്കാവും. അവർ രണ്ടുപേരും എൻ്റെ കാല് വന്ന് പിടിക്കും. എന്ത് വേണേലും ചെയ്തോ, ഇനി ഒരിക്കലും താൻ തോക്കരുത്. തോറ്റാൽ അത് തനിക്ക് താങ്ങാൻ കഴിയുമെന്ന് വരില്ല ഇന്ദ്ര എന്ന് പ്രതാപൻ. അപ്പോൾ വേഗം തന്നെ ഇത്രയും കാലം പലതും അവൾക്കെതിരെ ചെയ്തു. പക്ഷെ അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല. ഇനി ചെയ്യാൻ പോകുന്നത് അത് ലക്ഷ്യത്തിലേക്ക് എത്തും, ഉറപ്പ് കേസാ എന്ന് പറഞ്ഞു. താൻ കണ്ടോടോ, രണ്ടു പേരും എൻ്റെ കാല് പിടിക്കാൻ തന്നെ വരും. അന്ന് ആ കാഴ്ച കാണാൻ തന്നെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. വരട്ടേടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ആകെ ഷോക്കായി പോയി. വേഗം മഞ്ജു പറയണം. അപ്പോൾ അല്ല, അതെ തൻ്റെ ഫ്രണ്ടിനോടെ എല്ലാം അവസാനിപ്പിക്കാൻ പറ കൂട്ടുകാരനോട്. അല്ല, പറഞ്ഞാൽ കേൾക്കണ്ടേ. അത് മാത്രമല്ല, എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, എന്തോ ഒരു പിടിവെള്ളി കിട്ടിയിട്ടുമുണ്ട്. അതാ അയാൾ ഇത്ര ഉറപ്പിച്ച് സംസാരിക്കുന്നത്. എന്തായിരിക്കും അത്? കാത്തിരുന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ. അപ്പം ഇവർ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കണം. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പോൾ ഇന്ദ്രൻ ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഋതു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അടുത്തേക്ക് വന്നു. ഋതു എന്ന് വിളിച്ചു. ഞാൻ ആരാണെന്ന് ഋതുവിനറിയോ? ജിത്ത്. എൻ്റെ പാസ്റ്റ് എന്താണെന്ന് ഋതുവിനറിയോ? ഇല്ല, അതെനിക്ക് അറിയണമൊന്നുമില്ല എന്നൂടെ പറഞ്ഞു ഋതു. എന്നിട്ട് ഇന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ദേഷ്യത്തിലെന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, മനസ്സ് നിറച്ച് താനായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെ ഋതു എന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഋതു ഈ ലോകത്തൊന്നുമല്ല, താനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല ഋതു, വിൽ യു മാരി മീ എന്ന് ചോദിച്ചു. അപ്പോൾ ഋതു ഷോക്കായിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ഞാൻ ചോദിച്ചത് തെറ്റിപ്പോയോ എന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ്. അല്ല, അപ്പോൾ ഋതു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇത് ഈ വാചകം അങ്ങോട്ട് കയറി പറയുന്നത് എങ്ങനെയാണെന്ന് കരുതിയാ ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് എന്നായിരുന്നു ഋതുവിൻ്റെ മറുപടി. ഇന്ദ്രൻ്റെ കണ്ണൊക്കെ തള്ളി. ജിത്ത് എന്നെക്കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് പറയാനിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓ വെരി ഗുഡ് എന്ന് പറഞ്ഞു കേട്ടോ. സത്യത്തിൽ ഞാൻ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ജിത്തിനെയാണ്. ജിത്തില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രനും ഭയങ്കര ഹാപ്പി. എന്താണോ തൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെ താൻ എന്നോടും പറഞ്ഞു. ഐ ആം സോ ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതിന് മുൻപ് പരസ്പരം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. വേദനയോടുകൂടി ഓർക്കാൻ പറ്റുന്ന ഒരു കഥയിലെ ഒരു നായകനാണ് ഞാൻ. ശരിക്കും താലി കെട്ടിയ പെണ്ണിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ. എല്ലാവരുടെ മുൻപിലും ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കേണ്ടി പലപ്പോഴും വന്നിട്ടുണ്ട് എനിക്ക്. അന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇറങ്ങിപ്പോയ പെണ്ണിനേക്കാൾ മിടുക്കിയായ ഒരുവളെ കണ്ടെത്തി കല്യാണം കഴിക്കണം എന്നായിരുന്നു. എൻ്റെ അന്വേഷണം തന്നെ കണ്ടപ്പോഴാണ് പൂർത്തിയായത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നെക്കുറിച്ചുള്ളതെല്ലാം തൻ്റെ മുന്നിൽ തുറന്നു പറയാൻ ഇരിക്കുക. പക്ഷേ താൻ അത് കേൾക്കാനായിട്ട് സന്മനസ് കാണിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട ജിത്ത് എന്ന് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്താ പ്രയോജനം?
അതെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നു മുതലാണോ കടന്നു വന്നത് ആ ഒരു ദിവസം മുതലുള്ള ജിത്തിനെക്കുറിച്ച് അറിയാനേ എനിക്ക് താല്പര്യമുള്ളൂ. അതല്ലേ വേണ്ടത് എന്ന് ഋതു ഇങ്ങനെ ചോദിക്കാം. ഋതു, ഞാൻ പണ്ടൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ഡിവോഴ്സാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ കല്യാണത്തെക്കുറിച്ച് എനിക്ക് കേൾക്കേ വേണ്ട. നാളെ ഒരിക്കൽ എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ ജീവിതം എൻ്റെ മാത്രം ചോയ്സാണ്. അത് ഞാൻ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ ജിത്തിനെ പോലെ ഒരു നല്ലവനും മാന്യനുമായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടേയില്ല. ഓക്കെ, അപ്പം പിന്നെ അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ചല്ല, പ്രസൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടത്. അതാ ഞാൻ പറയുക. അപ്പം ജിത്തിനും ഭയങ്കര സന്തോഷമായി. താൻ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഇത്രയും സ്റ്റാൻഡേർഡുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേയില്ല. സത്യത്തിൽ എൻ്റെ ഭാഗ്യാടോ തന്നെ പോലൊരാളെ കണ്ടുമുട്ടിയത്. ഭാഗ്യം എനിക്കല്ലേ ജിത്ത കിട്ടിയത്. സത്യത്തിൽ ഞാനാ ശരിക്കും ഭാഗ്യവതി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ്. ഋതു പറയുകയും വേണ്ട, അത്ര ആങ്സൈറ്റിയിലാണ് കേട്ടോ. ഇന്ദ്രൻ ഇടയ്ക്ക് മുഖഭാവമൊക്കെ മാറി, നിനക്ക് വെച്ചിട്ടുണ്ടടി, നിന്നെ ഞാൻ കാണിക്കാം, നിന്നെ വെറും ഒരു കരു മാത്രം എന്നുള്ള മട്ടിലും ഇന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പം ഇന്ദ്രൻ ഇങ്ങനെ ലക്ഷ്യം കാണാനിരിക്കുകയാണ്. പിന്നെ കാണുന്നത് പ്രതാപനെയാണ്. പ്രതാപൻ നേരെ പൊന്നുമടത്തിലേക്ക് തിരികെയാണ്. അപ്പോൾ കയറി വരുന്നത് ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ഇവിടെ ഇല്ലേ എന്നൊക്കെ നോക്കുകയും അപ്പോഴേക്കും പൂർണിമ ഫ്രണ്ടിൽ വന്നു. ആ ചേച്ചി, കുറേ കാലത്തിന് ശേഷം ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം എന്നത്. ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞൊന്ന് വിളിച്ചു. അതെന്നെ ഭയങ്കര സന്തോഷമല്ലേ. പ്രതാപ, എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ? അതെന്ത് ചോദ്യമാണ് ചേച്ചി. ഞാൻ പിന്നെ സ്നേഹം ഉണ്ടോന്നോ? സ്വന്തമെന്ന് പറയാൻ എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ എന്നറിയില്ലേ? എങ്കിൽ എൻ്റെ 2 ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായ ഉത്തരം പറയണം. ചോദിച്ചോ. എന്താ ചേച്ചിക്ക് അറിയേണ്ടത്? ചോദിച്ചോ. എങ്ങനെയാ എൻ്റെ ഭർത്താവ് മരിച്ചത് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. പ്രതാപൻ അപ്പം തന്നെ ആകെ ഇതായിപ്പോയി, മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, അതുകൂടി നീക്കറിയണം, ആരാണ് ആ മരണത്തിനു പിന്നിൽ പ്രവർത്തിച്ചത്? അതെനിക്കറിയണം പ്രതാപ എന്ന് പറഞ്ഞു. പൊന്നുമടം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അണിയറയിലിരുന്ന് ചരട് വലിക്കുന്നുണ്ട് എന്ന് നീ ഒരിക്കൽ പറഞ്ഞു. ആരാണ് അയാൾ? അപ്പോൾ പ്രതാപൻ ആകെ നിന്ന് വെട്ടി വേർക്കാൻ തുടങ്ങി കേട്ടോ. ആകെ അപ്സെറ്റായി. ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം നീ എന്നോട് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതാപൻ ആകെ ഇതായിപ്പോയി. അല്ല ചേച്ചി, അത് പിന്നെ വെള്ളമടിച്ച് ബോധമില്ലാതാവുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നത് ഞാൻ, അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അല്ല, വെള്ളമടിച്ച് ബോധമില്ലാതെ പറഞ്ഞതൊന്നും അല്ല നീ, ഉള്ളത് തന്നെയത് എനിക്കറിയാം. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിനക്ക് നന്നായി അറിയാമെന്നും എനിക്കറിയാം പ്രതാപ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പറ. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നീ എന്നാണ്, പ്രതാപൻ എന്നാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയത് നീയാണ്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് എനിക്ക് വേണ്ടത്. ആരാണ് അയാൾ? അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ആളാകെ വേർത്ത് ചങ്കിലൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രതാപൻ പെട്ടുപോയി, ഓടാനും പറ്റുന്നില്ല. അയാളും നീയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? അതും എനിക്കറിയണം. എന്തു പറയും എന്നിങ്ങനെ പ്രതാപൻ ഇങ്ങനെ കണക്കുകൂട്ടാണ്. മാധവേട്ടൻ്റെ മരണവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. നീ അത് പറയുകയും ചെയ്യണം പ്രതാപ എന്ന് പറഞ്ഞു. അവസാനം പ്രതാപൻ തിരിഞ്ഞിട്ട്, ചേച്ചി ഞാൻ പറയാം, പക്ഷേ അതിപ്പോഴല്ല, അത് സമയം വരുമ്പോൾ എന്ന് പറഞ്ഞു. എന്ന് ഏത് സമയം വരുമ്പോൾ? ഇപ്പം പറയുന്നതിന് നിനക്കെന്താ തടസ്സം എന്ന് ചോദിച്ചോ. തടസ്സമുണ്ട് ചേച്ചി. ആ ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ ആളൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാ. പൂർണിമ ആകെ അപ്സെറ്റായി കേട്ടോ. അതെ, എനിക്ക് കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹമുണ്ട് ചേച്ചി. അതുകൊണ്ട് ജീവനി കൊതിയുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇതൊന്നും വെളിപ്പെടുത്താത്തത്. നിനക്ക് ഞാനാണോ അയാളാണോ വലുത്? എനിക്ക് ചേച്ചി തന്നെയാണ് വലുത്. അതുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യം പറയാത്തത്. ചേച്ചി പറഞ്ഞാൽ ചേച്ചിക്ക് ചിലക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് അല്ലേ പ്രതാപ? ഉണ്ട് എന്ന് പറഞ്ഞ അവസാനം സമ്മതിക്കുകയാണ് പ്രതാപൻ. ആരാത്? മതി, അപ്പോൾ ഇനി ആ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ, അതിന് ചേച്ചിയെ കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്നുകൂടി പ്രതാപൻ ചേർത്തു. അതെ,
അതുകൊണ്ട് ചേച്ചി അതിനൊന്നും ശ്രമിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. നമുക്ക് അയാളിലേക്ക് വരാം. പക്ഷേ പിള്ളേരുടെ കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം അതുവരെ ക്ഷമയോടെ ചേച്ചി ഒന്ന് കാത്തിരുന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമയ്ക്കും ആകെ സംശയം, ഇതാരായിരിക്കും ആ ആള് എന്ന് ഓർത്തിട്ട്, ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതെ, തൽക്കാലത്തേക്ക് ചേച്ചി അതൊന്ന് മറക്കാനോ? എൻ്റെ ഭർത്താവിൻ്റെ മരണം ഞാൻ മറക്കാനോ? എങ്ങനെ മറക്കാൻ പറ്റും എനിക്ക് പ്രതാപ? ഒരിക്കലും ഞാൻ മറക്കില്ല, ഒരിക്കലും ക്ഷമിക്കുകയില്ല ഞാൻ എന്ന് പറഞ്ഞു. അത് ചെയ്തവനെ ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കുകയുമില്ല, അതെന്നെക്കൊണ്ട് സാധിക്കില്ല പ്രതാപ എന്ന് പറഞ്ഞു. പാവോ എൻ്റെ മാധവേട്ടൻ, എന്തിന് നീ അത് ചെയ്തു? നശിച്ചു പോവും, കുടുംബമടക്കം വേരറ്റു പോകും, നീ കണ്ടോ എന്ന് പറഞ്ഞ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ പ്രാകാണ്. എന്നിട്ട് പൂർണ്ണിമ അകത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ പ്രതാപൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കണം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.